എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കൊറിയൻ ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഡ്രാമയുടെ മെയിൻ ഹീറോ ആയ ഇവനും വേറൊരാളും ചേർന്ന് ഒരു ആർഗ്യുമെൻ്റ് നടക്കുന്നുണ്ട്. അത് ഇവൻ്റെ അച്ഛൻ്റെ മരണത്തോട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആർഗ്യുമെൻ്റായിട്ട് അവിടെ നടക്കുന്നത്. ആ ഒരു വഴക്കിൽ അവൻ ഇമോഷണലി ഒരുപാട് സ്ട്രെസ് ആവുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന് വല്ലാത്ത രീതിയിൽ സ്ട്രെസ്സ് കാരണം അവന് തലകറക്കം അനുഭവപ്പെടുന്നുണ്ട്. ചുറ്റുമുള്ളതെല്ലാം വലിയ മങ്ങലായിട്ടാണ് അവന് കാണുന്നത്. അവനൊട്ടും തന്നെ നടക്കാൻ പറ്റാതെ അവൻ മറിഞ്ഞു വീഴുന്നുണ്ട്. റോഡിൽ തന്നെ അങ്ങനെ ഇരുന്ന് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞ് അവൻ വീണ്ടും എണീച്ച് നടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവൻ തലയിറങ്ങി വീഴുകയാണ് ചെയ്തത്. ഇവനിങ്ങനെ തലയിറങ്ങി വീഴുന്നത് അവൻ്റെ കൂടെ ആർഗ്യുമെൻ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ആൾ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ആൾ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവന് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ബോധം വരുന്നുണ്ട്. ബോധം വരുമ്പോൾ അവന് ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ അവിടുത്തെ ഉള്ള ഒരു നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നേഴ്സ് പറയാണ്, നിങ്ങൾ സ്ട്രീറ്റിൽ വെച്ച് പെട്ടെന്ന് ബോധം കെട്ട് വീണപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ നിങ്ങളിവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഡോക്ടർ വന്നിട്ട് പറയുമെന്ന് പറയുന്നുണ്ട്. അടുത്തൊരു ലോങ് വീഡിയോ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്